മധ്യപൂർവേഷ്യയിലെ സംഘർഷം വ്യാപിക്കുന്നുവെന്നാണ് വാർത്ത. ദുബായിലെ ഓസ്ട്രേലിയൻ സൈനിക താവളത്തിനും റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. അതേസമയം യുദ്ധം അനന്തമായി നീണ്ടുപോകില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അല്പം മുമ്പ് പ്രതികരിച്ചത്. നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ് വീണ്ടും തത്സമയം ചേരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് പോലെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതീക്ഷ നടപ്പാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യുദ്ധം അവസാനിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, ഉടൻ തീരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറയുന്നത് ഇറാനിലെ ഭരണകൂടം മാറിയിട്ട് യുദ്ധം ഉടൻ അവസാനിക്കുമെന്നാണ്. ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത്. കെയർ സ്റ്റാർമർ പറഞ്ഞത്, ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാത്തത് ഇറാനെ തോൽപ്പിച്ചാൽ മാത്രമേ അവിടെ ഭരണമാറ്റം സാധിക്കുകയുള്ളൂ. തോൽപ്പിക്കണമെങ്കിൽ കരയുദ്ധം നടത്തണം. കരയുദ്ധത്തിന് സാധ്യതയൊക്കെ ഉണ്ടാവും, പക്ഷേ കരയുദ്ധത്തിന് ഇറങ്ങിയാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടുത്തെ സൈന്യത്തെ നേടേണ്ടി വരും. ഒരുപാട് കാഷ്വാലിറ്റി, ഒരുപാട് പേർ കൊല്ലപ്പെടും. അതുകൊണ്ട് കരയുദ്ധത്തിലൂടെ അല്ലാതെ ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമനിയെ വധിച്ചതിനെ തുടർന്ന് അവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വിശ്വാസപരമായിട്ട് തന്നെ ഇറാന്റെ പുറകിൽ ഒരുമിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ പ്രക്ഷോഭകാരികളെ അണിനിരത്തി ഭരണമാറ്റം ഉണ്ടാക്കാമെന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മോഹം ഏതാണ്ട് അസ്ഥാനത്തായിരിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധം ഉടനെ തീരാൻ സാധ്യത. എന്ന് മാത്രമല്ല ഇപ്പോൾ തന്നെ വലിയ ആക്രമണങ്ങൾ ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് ബിഗ് വേവ് ഓഫ് അറ്റാക്ക്, വലിയ തരംഗം പോലെ വലിയ അറ്റാക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും കയറി ഈ തരത്തിൽ ആക്രമണം നടത്തിയാൽ ഇറാൻ വെറുതെ ഇരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ 10, 13, 14 രാജ്യങ്ങളിൽ ഇവർ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, പ്രൊപ്പഗണ്ട വീഡിയോ ആയിട്ട് അവർ പുറത്തുവിട്ടതിൽ 10,000-കണക്കിന് ഡ്രോണുകളാണ് തുരങ്കങ്ങളിൽ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇറാൻ. അത് ഏത് സമയവും അതെടുത്ത് പ്രയോഗിക്കാം. കാരണം യുദ്ധം തീരണമെങ്കിൽ ഈ ഡ്രോണുകളൊക്കെ തീരണം. ഇല്ലെങ്കിൽ അവിടുത്തെ സൈന്യം എന്ന് പറയുന്നത് ഇറാഖിൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് ടെററൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഹോർമൂസ് കടലിടുക്കിന് കാവൽ നിൽക്കുന്നത് അവരാണ്. കപ്പലുകൾ, ഏത് കപ്പൽ വന്നാലും കത്തിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു അന്താരാഷ്ട്ര ആഗോള വിപണിയിൽ എണ്ണയുടെ വില കുതിച്ചു കയറും, ഓഹരി വിപണി ഇടിയും. ഈ തരത്തിൽ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് പോയിരിക്കുകയാണ്. 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമൂസ് കടലിടുക്ക് ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. നേരത്തെ സൂയസ് കനാൽ പ്രതിസന്ധിയൊക്കെ നമ്മൾ ഓർക്കുന്നതാണ്. മലാക്ക സ്ട്രൈറ്റ് ഇന്ത്യയുടെ സ്വാധീനത്തിലുള്ള ഇതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ട് അപ്പോൾ അവിടെ കുവൈറ്റിൽ, ഖത്തറിൽ, സൗദിയുടെ എംബസിക്ക് നേരെ നടന്ന ആക്രമണം, ദുബായിലെ ഓസ്ട്രേലിയൻ താവളത്തിന് നേരെ ആക്രമണം, എല്ലാം കൂടി വലിയ രീതിയിൽ ഇത് രൂക്ഷമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.